ഇതൊരു രാജവംശത്തിൻ്റെ കഥയാണ്. അധികാരത്തിൻ്റെയും അസൂയയുടെയും പ്രതികാരത്തിൻ്റെയും കഥ. ധർമ്മവും അധർമ്മവും നേർക്കുനേർ ഏറ്റുമുട്ടിയ മഹായുദ്ധത്തിൻ്റെ കഥ. ഇത് മഹാഭാരതം. ഭാരതത്തിൻ്റെ ഹൃദയഭാഗത്ത് നിലകൊണ്ടിരുന്ന മഹത്തായ രാജ്യം ഹസ്തിനാപുരം. അവിടെ ഭരിച്ചിരുന്നത് രാജാവ് ശാന്തനു, ശക്തനും നീതിമാനുമായ ഭരണാധികാരി. ഒരു ദിവസം ഗംഗാനദിയുടെ തീരത്ത് അദ്ദേഹം ഒരു അത്ഭുത സുന്ദരിയെ കണ്ടു. അവൾ ഗംഗ. ആദ്യ കാഴ്ചയിൽ തന്നെ ശാന്തനു അവളെ സ്നേഹിച്ചു. ശാന്തനു വിവാഹാഭ്യർത്ഥന നടത്തി. ഗംഗ ഒരു വ്യവസ്ഥ വെച്ചു. ഞാൻ എന്തു ചെയ്താലും എന്തു തീരുമാനമെടുത്താലും താങ്കൾ ഒരിക്കലും ചോദ്യം ചെയ്യരുത്. സ്നേഹത്തിൻ്റെ ശക്തിയിൽ ശാന്തനു അതിന് സമ്മതിച്ചു. വിവാഹം ഗംഭീരമായി നടന്നു. കാലം കടന്നുപോയി. അവർക്കൊരു കുഞ്ഞ് ജനിച്ചു. എന്നാൽ ജനിച്ച ഉടനെ ഗംഗ ആ കുഞ്ഞിനെ എടുത്ത് ഗംഗാനദിയിലേക്ക് നടന്നു. ശാന്തനു നോക്കി നിന്നതേയുള്ളൂ. അവൾ കുഞ്ഞിനെ നദിയിലാഴ്ത്തി. രാജാവിൻ്റെ ഹൃദയം തകർന്നു. പക്ഷേ വാക്ക് നൽകിയതിനാൽ അദ്ദേഹം മൗനം പാലിച്ചു. ഇങ്ങനെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും 7 കുഞ്ഞുങ്ങളെയും ഗംഗാനദിയിൽ സമർപ്പിച്ചു. 8ാമത്തെ കുഞ്ഞ് ജനിച്ചപ്പോൾ ശാന്തനുവിനെ ഇനി മിണ്ടാതിരിക്കാനായില്ല. ഇതെന്തു ക്രൂരതയാണ്, അദ്ദേഹം നിലവിളിച്ചു. ഗംഗ ശാന്തമായി പുഞ്ചിരിച്ചു. മഹാരാജൻ, താങ്കൾ വാക്ക് ലംഘിച്ചു. അവൾ സത്യം വെളിപ്പെടുത്തി. ഇവർ സാധാരണ കുഞ്ഞുങ്ങളല്ല, ശാപം ലഭിച്ച അഷ്ടവസുക്കളായിരുന്നു. അവരെ മോചിപ്പിക്കാനായിരുന്നു ഈ ജനനം. 8ാമത്തെ കുഞ്ഞ് ഭൂമിയിൽ ജീവിക്കേണ്ട വിധിയുള്ളവനാണ്. അവൻ ദേവവ്രതൻ. ഭാവിയിൽ ലോകം ഭീഷ്മൻ എന്ന് വിളിച്ച മഹാവീരൻ. അങ്ങനെ പറഞ്ഞ് ഗംഗ കുഞ്ഞിനെയും കൂട്ടി അപ്രത്യക്ഷയായി. വർഷങ്ങൾ ഏറെ കടന്നുപോയി. യുവാവായി വളർന്ന ദേവവ്രതൻ വീരതയിലും ജ്ഞാനത്തിലും എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ഒരു ദിവസം ഗംഗ വീണ്ടും എത്തി. അവൾ തൻ്റെ മകനെ ശാന്തനുവിന് തിരികെ നൽകി. ഹസ്തിനാപുരം തൻ്റെ യുവരാജാവിനെ സ്വീകരിക്കുകയായിരുന്നു. എന്നാൽ വിധി ഇനിയും വലിയ പരീക്ഷണങ്ങൾ ഒരുക്കിയിരുന്നു.